നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. വടക്കാഞ്ചേരിയിലെ ബ്യൂട്ടി സിൽക്സിന്റെ ഏറ്റവും വലിയ ഷോറൂമിനൊപ്പം ആഘോഷങ്ങൾ വലുതാവുന്നു. വടക്കാഞ്ചേരിയിലെ ഏറ്റവും വലിയ വെഡിംഗ് സെന്ററായ ബ്യൂട്ടി സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം. ഓരോ ഒരുക്കങ്ങളും ബ്യൂട്ടിക്കൊപ്പം. ലഹരി മരുന്ന് മാഫിയയെ അവരുടെ സങ്കേതത്തിലെത്തി തകർക്കാൻ ഓപ്പറേഷൻ ഡി ഹണ്ടുമായി പോലീസ്. വടക്കാഞ്ചേരി മേഖലയിൽ നടന്ന സ്പെഷ്യൽ ഡ്രൈവിൽ പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. വിവിധ കേന്ദ്രങ്ങളിൽ നടത്തിയ റെയ്ഡിൽ പിടിയിലായത് 6 പേർ. വലയിലായവരെല്ലാം 19 വയസ്സു മുതൽ 23 വയസ്സു വരെയുള്ളവർ. നവതലമുറയുടെ ലഹരിയോടുള്ള അഭിനിവേശത്തിൽ ഞെട്ടിത്തരിച്ച് പോലീസും ജനതയും. അടിപൊളി ജീവിതം നയിക്കാനുള്ള പണത്തിന് വേണ്ടിയും ലഹരി വ്യാപാരം. പരിശോധനകൾ ഊർജിതമാക്കാൻ പോലീസ്. ഗ്രാമങ്ങളിൽ നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ വ്യാപകമാകുന്നു. വേലൂരിൽ അജ്ഞാത ജീവികളുടെ ആക്രമണം. 4 ആടുകൾ ചത്തു, 3 ആടുകൾക്ക് ഗുരുതര പരിക്ക്. വെങ്ങിണിശ്ശേരി സ്വദേശി ശങ്കരനാരായണൻ നമ്പ്യാരുടെ ആടുകൾക്കെതിരെയാണ് അജ്ഞാത ജീവി വിഹാരം. ആടുകളുടെ ചെവികൾ ഭക്ഷണമാക്കിയ നിലയിൽ. വടക്കേക്കാട് കച്ചേരിപ്പടിയിൽ തെരുവു നായ്ക്കളുടെ ആക്രമണം. പോറ്റിൻകുട്ടിയെ കടിച്ചുകൊന്നു. തറയിൽ അലിയുടെ പോത്താണ് ആക്രമണത്തിൽ ചത്തത്. പാലക്കാട് കഞ്ചിക്കോട് വനാതിർത്തിയിൽ അയ്യപ്പൻ മലയിൽ 2 കരടികൾ ഷോക്കേറ്റ് ചത്ത നിലയിൽ. സംസ്ഥാനത്ത് പെരുമഴക്കാലം വരുന്നു. ശനിയാഴ്ച മുതൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. മെയ് 20 വരെ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. തൃശൂർ, ആലപ്പുഴ ജില്ലകളിലൊഴികെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഓറഞ്ച് അലർട്ടുകളും ജില്ലകളിൽ. കുറ്റാലം വെള്ളച്ചാട്ടത്തിൽ മഴവെള്ളപ്പാച്ചിൽ. വിനോദസഞ്ചാരികൾ ഓടി രക്ഷപ്പെട്ടു. തിരുനെൽവേലി സ്വദേശി 17കാരൻ മരണമടഞ്ഞു. കുളിക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ടാണ് മരണം. ഊട്ടിയിലേക്ക് സന്ദർശന വിലക്ക്. തളിക്കുളത്ത് കടന്നൽ കുത്തേറ്റ് +2 വിദ്യാർത്ഥി മരണമടഞ്ഞു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് മിനിയുടെ മകൻ അനന്തു കൃഷ്ണനാണ് ദുരന്തത്തിനിരയായത്. ഏങ്ങണ്ടിയൂർ നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയാണ് അനന്തു കൃഷ്ണൻ. വീട്ടിലെ വാട്ടർ ടാങ്ക് വൃത്തിയാക്കുന്നതിനിടയിലാണ് കടന്നൽ ആക്രമണം. പുതുക്കാട് വീട്ടുമുറ്റത്തെ തെങ്ങ് മുറിച്ചു മാറ്റുന്നതിനിടെ അപകടം. ശരീരത്തിലേക്ക് മറിഞ്ഞു വീണ് തൊഴിലാളിക്ക് ദാരുണാന്ത്യം. വടക്കേ തുറവ് സ്വദേശി 64കാരൻ വിൽസനാണ് ദുരന്തത്തിനിരയായത്. പാഞ്ഞാൾ തോട്ടത്തിൽ മനയിൽ മഹാകിരാത രുദ്രയജ്ഞത്തിന്റെ ഐശ്വര്യ മഹിമയ്ക്ക് ശനിയാഴ്ച കൊടിയിറക്കം. പൂജാ ചടങ്ങുകൾക്ക് സമാപനം. ഐശ്വര്യ പ്രതീകമായി സമാപന നിമിഷങ്ങളിൽ ശക്തമായ മഴ. മദ്യം, മയക്കുമരുന്ന് എന്നിവയുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് നാടിനെ മോചിപ്പിക്കാൻ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. തോട്ടത്തിൽ മന കുട്ടൻ നമ്പൂതിരി മുഖ്യ കാർമ്മികനായി. ഏറെ വൈശിഷ്ട്യമായ വാരസദ്യയിൽ കണ്ണികളായത് 100 കണക്കിന് പേർ. പാലപ്പിള്ളിയിൽ ഒഴിയാതെ പുലിവീതി. ജനവാസ മേഖലയിൽ പുലിവാഴ്ച. കുണ്ടായി ചൊക്കന മേഖലയിൽ റബ്ബർ തോട്ടത്തിൽ വീണ്ടും പുലിയെ കണ്ടെത്തി. തുടർച്ചയായി പുലിയെ കാണുന്നതിൽ ഭീതിയോടെ ജനത. സുരക്ഷയൊരുക്കുന്നതിൽ ഗുരുതര വീഴ്ചയുമായി അധികൃതർ. സ്വന്തം തിരഞ്ഞെടുപ്പിന്റെ പ്രചരണ ആരവ വിശ്രമത്തിന് പിന്നാലെ ആലത്തൂരിലെ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് രാജ്യതലസ്ഥാനത്തേക്ക്. ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് പിടിക്കാനാണ് ഡൽഹി യാത്ര. KPCC പ്രസിഡന്റ് കെ സുധാകരൻ നയിക്കുന്ന 40 അംഗ സംഘത്തിൽ രമ്യയും. ബൂത്തുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കും. അഴീക്കോട് തീരത്ത് ചെറുമത്സ്യങ്ങൾ പിടികൂടിയ മത്സ്യബന്ധന ബോട്ട് ഫിഷറീസ് വകുപ്പ് പിടിച്ചെടുത്തു.
എറണാകുളം മുനമ്പം പള്ളിപ്പുറം നിതീഷിന്റെ ഉടമസ്ഥതയിലുള്ള ശാസ്ത ബോട്ടാണ് പിടികൂടിയത്. നിയമവിരുദ്ധ പ്രവർത്തനത്തിന് 2,50,000 രൂപ പിഴ ഈടാക്കി. കോവിഡ് പ്രതിരോധ വാക്സിൻ കോവാക്സിനെതിരെയും ഗുരുതര ആരോപണം. വാക്സിൻ സ്വീകരിച്ചവർക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നതായി പഠന റിപ്പോർട്ട്. ശ്വസനേന്ദ്രിയ പ്രശ്നങ്ങൾ മുതൽ ആർത്തവ തകരാറുകൾ വരെ നേരിടേണ്ടി വരുന്നതായി വിദഗ്ധ സമിതി. ബനാറസ് ഹിന്ദു സർവകലാശാല നടത്തിയ പഠനത്തിലാണ് കണ്ടെത്തൽ. ജർമ്മനി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സ്പ്രിംഗർ ഇങ്ക് എന്ന ജേർണലാണ് പഠന പ്രസിദ്ധീകരണം നടത്തിയത്.